ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ റഹ്മാൻ. ഇന്നത്തെ റെസിപ്പി മത്തി ചാള വറ്റിച്ചതാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണിത്. ഇത് അതുപോലെ കപ്പയുടെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാണ്. കറി വെക്കാൻ ഒരു ചുവന്നുള്ളി 10-20 എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 5 വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ചതച്ചെടുത്തതിന് ശേഷം ചുവന്നുള്ളി ചതക്കുക. കറിവേപ്പില, പച്ചമുളക്, തക്കാളി അരിഞ്ഞത്, മീൻ കണ്ടിച്ച് കഴുകി ഉപ്പിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ നല്ല പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില, കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് മൂപ്പിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയും നല്ല വഴന്നു വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി അതിന് ശേഷം ചുവന്നുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. തീ കുറച്ച് ഇട്ട് വേണം ചെയ്യാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പച്ചമണം പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ വഴന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ല വെന്ത് പകുതി വേവാകുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല ഇളക്കി കുറച്ച് നേരം അടച്ചു വെക്കുക. 2 മിനിറ്റ് ഇട്ട് വേവിച്ച് എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, എരിവില്ലാത്തത്. നിങ്ങൾക്ക് എരിവും ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി പൊടികളുടെ മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ശേഷം നല്ല പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുക. നിങ്ങൾ കുടംപുളിയാണ് ഇടുന്നതെങ്കിൽ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തോടു കൂടി അങ്ങ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് നേരം എണ്ണ തെളിയാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലവണ്ണം വഴറ്റി കുറച്ച് കഴിയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം തിളപ്പിക്കണം. ഗ്രേവി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി കണ്ടിച്ച് വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിൽ കഴുകി വച്ചിരിക്കുന്ന
മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീൻ ഇച്ചിരി വലുതാണെങ്കിൽ നല്ലപോലെ വരഞ്ഞിട്ട് കൊടുത്തിട്ട് ഇടണം. അപ്പം മസാലയെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറും. തീ കുറച്ച് വെച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ. ഞാൻ പറയുന്ന രീതിയിലെല്ലാം ഒരേ അളവിനെടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ചാള വറ്റിച്ചത് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് നേരം അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കുക ചാള വേവുന്നത് വരെ. ഒന്ന് തുറന്ന് നോക്കി ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. മീൻ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക. പുളിയും ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനുണ്ട്. വെല്ലം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻകറി നല്ല വറ്റി വന്നിട്ടുണ്ട്. ഈ പരുവ എത്തുമ്പോഴാണ് മീൻ വറ്റിച്ചത് എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്ന ഒരു മീൻകറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഈ മീൻകറി നിങ്ങൾക്ക് വെച്ച് ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.